എന്നാൽ ഇന്നലെ വൈകുന്നേരമാണ് കമ്മ്യൂണിസ്റ്റ് കേരള എന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും ഇതുപോലെ ഷാനിമോൾ ഉസ്മാൻ CPM-ലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്ത പ്രചരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ആ ഹാൻഡിൽ CPM-ൻ്റേതാണ് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. 16 വയസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ ആകൃഷ്ടയായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് പൊതുരാഷ്ട്രീയ രംഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഞാൻ മരണം വരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗമായി തുടരും എന്നുള്ളത് ഞാൻ അസന്നിഗ്ധമായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിൽ അപമാനകരമായിട്ടുള്ള ഒരു പോസ്റ്റായിട്ടാണ് എനിക്കത് തോന്നിയത്. യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാതെ ദുരുദ്ദേശപരമായിട്ട് CPM ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഒരു പ്രചരണം നടത്തിയത് സത്യത്തിൽ അവരുടെ ഗതികേട് കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാനിത് സംബന്ധിച്ച് ഇന്ന് രാവിലെ ആലപ്പുഴ SP-ക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെ വൈകാരികമായി പ്രയാസപ്പെട്ടിരിക്കുന്ന എന്നെ ഒരുപക്ഷെ ഞാനിതിൽ പ്രതികരിക്കില്ല എന്നുകൂടി കരുതിക്കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് CPM ഇട്ടിട്ടുള്ളത്. ആലപ്പുഴ SP-ക്ക് അപമാനകരമായിട്ട് ദുരുദ്ദേശപരമായിട്ട് എന്നെ CPM-ൻ്റെ ഭാഗമാക്കി മാറ്റുന്നു എന്നുള്ള തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആ വാർത്ത എനിക്ക് മാത്രമല്ല കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്കും പൊതുസമൂഹത്തിലുള്ളവർക്കും ഒക്കെ വലിയ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇതിൻ്റെ കമ്മ്യൂണിസ്റ്റ് കേരള എന്നുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ അഡ്മിനെതിരെ അതാരാണോ അവരെ കണ്ടെത്തിക്കൊണ്ട് നിയമ നടപടി തേടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ചിത്രം അവർ ദുരുപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് അതിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അടിയന്തിരമായിട്ട് നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം CPM, കേരളത്തിലെ CPM മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. കൂട്ടത്തോടെ ആ പാർട്ടിയിലെ നേതാക്കളും പ്രവർത്തകരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നു ചേരുന്ന ഒരു സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. സ്വർണ്ണക്കൊള്ളയടക്കമുള്ള പ്രശ്നങ്ങളുടെ പേരിൽ CPM നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകളെ ആ പാർട്ടിയുടെ തന്നെ പ്രവർത്തകർ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന, പൊതുസമൂഹത്തിൽ ഇന്ന് മറ്റുള്ളവരുടെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന തരത്തിൽ അഴിമതിയെയും അയ്യപ്പൻ്റെ സ്വർണം കെട്ടവരെ പോലും സംരക്ഷിക്കുകയും ചെയ്യുന്ന CPM-ൻ്റെ നിലപാടിനെ അതിശക്തമായി ആ പ്രവർത്തകർ പോലും ആക്ഷേപിക്കുകയും അവർ പോലും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത്. ഞാൻ കൊടുത്തിരിക്കുന്ന പരാതിയിന്മേൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനകത്ത് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ആവശ്യം. കേരളത്തിൽ ഇതുപോലെയുള്ള സൈബർ ആക്രമണങ്ങളും സത്യസന്ധമല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കലുമൊക്കെ ചെയ്യുന്നത് CPM തന്നെയാണ്. അതിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് ഞാൻ അറിയിക്കുന്നു. ഇത് CPM-ൻ്റെ ഹാൻഡിലാണ്. നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഏതൊക്കെ അക്കൗണ്ടുകളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളതെന്ന് നോക്കാവുന്നതേ ഉള്ളൂ. ചില ആളുകളുടെ പേര് വെച്ചിട്ടുള്ള ഫാൻസും ഒക്കെയാണ് ഇതിട്ടിരിക്കുന്നത്. അതിൻ്റെ പ്രചാരകരും അവർ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ സമയത്ത് അതിൻ്റെ ഉദ്ദേശം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഒരു തരത്തിലും നിവർന്നു നിൽക്കാൻ കഴിയാത്ത
അവസ്ഥയിലേക്ക് കേരളം ഭരിക്കുന്ന ഈ പാർട്ടി മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമെന്നുള്ള ഉറച്ച വിശ്വാസം CPM-നുണ്ട്. അവർ പരമാവധി ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നുള്ള നിലപാടിലേക്ക്, അത് രാഷ്ട്രീയ നേതാക്കളുടെ ക്രെഡിബിലിറ്റി അവരുടെ 2 പോസ്റ്റ് കൊണ്ടൊന്നും ഇത് ഇളകുന്നതല്ല എന്നവർ മനസ്സിലാക്കേണ്ടതാണ്. അത് ആരുടെ ആയാലും. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, മരണം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകയായി തുടരുമെന്ന് പ്രഖ്യാപിക്കുന്ന എന്നെ പോലെ ഒരാളെ ഇത്തരത്തിൽ ഒരു പ്രചരണത്തിലൂടെ അവർ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ള അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അല്ല, 2016 എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. 2016 ഇനി ഞാൻ അറിഞ്ഞിട്ട് പോലില്ല. അപ്പോൾ ഇത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മുതൽ ശ്രദ്ധയിൽ വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് CPM-ന്റെ ഈ മൂല്യച്യുതി തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറായി. ശോഭന ജോർജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് CPM-ൽ പോയ ആളല്ലേ. ശോഭന ജോർജുമായി ഞാൻ കണ്ട കാലം തന്നെ മറന്നു. അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. ആരാ ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് എനിക്കറിയില്ല. എന്തായാലും CPM-ന്റെ ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐഷ പൊറ്റി കോൺഗ്രസിൽ വന്നപ്പോൾ അത് വർഗ വഞ്ചനയായി മാറി. ശോഭന ജോർജും അതുപോലെ റോസക്കുട്ടി ടീച്ചറും ഷാഹിദ കമാലും അനിൽകുമാറും മറ്റുള്ളവരുമൊക്കെ സരിനുമൊക്കെ അങ്ങോട്ട് ചെന്നപ്പോൾ അത് ഒരു വർഗവഞ്ചനയുമല്ല. അപ്പോൾ ഇന്ന് CPM-നുണ്ടായിരിക്കുന്ന മൂല്യച്യുതി അവരുടെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ രീതികളോടുള്ള ജനങ്ങളുടെയും അതുപോലെ തന്നെ CPM-ന്റെ പ്രവർത്തകരുടെയും ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഫലമായിട്ടാണ് നടക്കുന്നത്. അവർ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു. അയ്യപ്പൻ്റെ സ്വർണം കെട്ട CPM നേതാക്കളെ പാർട്ടിയിൽ നിന്ന് ഒരു നടപടി എടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ CPM അധപ്പതിച്ചില്ലേ. അപ്പോൾ ഇനി അവർക്ക് പല കാര്യങ്ങൾ ഇതുപോലെ പറയേണ്ടതായിട്ട് വരും. ആരുടെ ആലോചന? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അങ്ങനെ എന്ത് പ്രശ്നമുള്ളത്? ആ വ്യക്തിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയില്ലേ. ഈ കാര്യത്തിലൊക്കെ ശക്തമായ നിലപാട് പൊതുജന സമക്ഷത്തിലും മാധ്യമങ്ങളുടെ മുന്നിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. ഇതിനകത്തൊന്നും ഒരു ഇരട്ടത്താപ്പ് ഞങ്ങൾക്കാർക്കും ഇല്ല. അതൊക്കെ CPM-ലാണ്. ഇഷ്ടപ്പെട്ട ആളുകൾക്ക് എതിരായിട്ട് ആക്ഷേപം വന്നു കഴിഞ്ഞാൽ അവർ വേണ്ടി വന്നാൽ കോടതിയെ വരെ കയറ്റി മാറ്റുന്ന രീതിയിലേക്ക് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പടക്കം പൊട്ടിക്കുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ നിലപാടൊന്നും ഞങ്ങൾക്കില്ല. ഇത് വെറുതെ 2 ദിവസം അവരെ സംബന്ധിച്ച് CPM-ന് ഇപ്പോൾ സ്ട്രാറ്റജിസ്റ്റുകളൊന്നും ആ പാർട്ടിയിലില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൃത്യമായ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള വലിയ വിജയവും അത് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള സ്ട്രാറ്റജിയും ഇല്ലാത്തത് കൊണ്ട് എന്നാൽ പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തുകയാണ്. പക്ഷേ ആ പരിശ്രമമൊക്കെ അവിടെ തന്നെ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അല്ല, തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായിട്ടുള്ള എൻ്റെ പ്രയാസങ്ങൾക്ക് നടുവിലായതുകൊണ്ട് ആദ്യം ഒന്നും ആരും സംസാരിച്ചിരുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളുമായി ഇന്നലെ വൈകുന്നേരം തന്നെ ഞങ്ങളിത് സംസാരിച്ചു. അത് സംബന്ധിച്ചിട്ട് പരാതി കൊടുക്കുന്നതിനുള്ള തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പരാതിയും കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിന്മേൽ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആവശ്യം. അതിനകത്ത് കുറ്റക്കാരെ അങ്ങനെ നമുക്ക് വിടാൻ പറ്റില്ല. കേരളത്തിൽ എപ്പോഴും ഇതുപോലെ വേണ്ടാത്ത വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നിലുള്ളത് CPM തന്നെയാണ്. ആ CPM-ന്റെ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ട് മുഖ്യമന്ത്രിയും അതുപോലെ സർക്കാരും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അത് വരട്ടെ. ഇന്ന് രാവിലെയല്ലേ കൊടുത്തത്. അല്ല, കോൺഗ്രസിനകത്ത് വളരെ കാലേ കൂട്ടി തന്നെ ഇത്തവണ സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിക്കുമെന്ന് നേതൃത്വം തന്നെ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെയാണ് ഞങ്ങൾ ഇത്തവണ മുന്നോട്ട് പോകുന്നത്. അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു വശത്ത് അതൊക്കെ നടക്കുന്നുണ്ട്. പാർട്ടി പറഞ്ഞാൽ മത്സരരംഗത്തുണ്ടാവും. അല്ല, ഞങ്ങൾ രാഷ്ട്രീയമായിട്ടല്ലേ തെരഞ്ഞെടുപ്പുകളെ കാണുന്നത്.
രാഷ്ട്രീയമായിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയം അത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം ഞങ്ങൾ നടത്തും. ഇത്തവണ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. കേരളത്തിൽ നല്ല ഒരു ശതമാനം, അതായത് 100-ലധികം സീറ്റുകളിൽ, നമ്മളുടെ നേതാക്കൾ ആവർത്തിക്കുന്നത് പോലെ 100-ലധികം സീറ്റുകളിൽ വിജയിച്ച് കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ് ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുമുള്ളത്.